ഹായ് ഓൾ വെൽക്കം ടു എക്സ് ആൻഡ് വൈ ക്ലാസ് 8 ആൻഡ് NMMS യൂട്യൂബ് ചാനൽ. സോ നിങ്ങളെ 8ാം ക്ലാസ്സിലേക്ക് അടുത്ത വർഷം നിങ്ങൾ അല്ലെങ്കിൽ അടുത്ത അക്കാഡമിക് ഇയറിലേക്ക് പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസ് ആണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയാം. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഈ അവസാനം നിങ്ങൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. അതിൽ നമ്മളെ വീഡിയോയിൽ നിങ്ങൾ തംബ്നെയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ക്ലാസ് 8 അല്ലെങ്കിൽ 8ാം ക്ലാസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ദ സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ്, അതായത് നിങ്ങൾക്കാണ് അഡ്വാൻറ്റേജ് ഉള്ളത്. അപ്പം നിങ്ങൾ 8ാം ക്ലാസ് മുതൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന, അല്ലെങ്കിൽ 8ാം ക്ലാസ് മുതൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ സ്റ്റഡി പാറ്റേൺസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അത് നിങ്ങളെ ഇനി വരുന്ന ക്ലാസ്സുകളിലേക്ക് എങ്ങനെയൊക്കെയാണ് അത് നിങ്ങളെ യൂസ്ഫുൾ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സാംസിൽ എങ്ങനെയാണ് തരാമെന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ഓഫ് ക്ലാസ് 8 ഫൗണ്ടേഷൻ ഫോർ ഫ്യൂച്ചർ സക്സസ്, അതായത് നിങ്ങളെ ഫ്യൂച്ചർ സക്സസ് ആവണമെങ്കിൽ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ക്ലാസ് ആണ് എന്താ, ക്ലാസ് 8 എന്ന് പറയുന്നത്. സോ ക്ലാസ് 8 എന്ന് പറയുന്നത് ദ ടേണിംഗ് പോയിന്റ് ആണ്. നിങ്ങൾ ഒരുപാട് ടേണിംഗ് പോയിന്റ്സിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ക്ലാസ് 10ാം ക്ലാസ് അല്ലെങ്കിൽ 10ാം ക്ലാസ് ആയിരിക്കും നിങ്ങളെ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. +2 ആണ് നിങ്ങൾ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. ഡിഗ്രി ആണ് നിങ്ങൾ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നുണ്ടാവും. അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കോഴ്സാണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ്, അല്ലെങ്കിൽ കരിയർ ചൂസ് ചെയ്യുന്നതാണ് നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. അപ്പം ഇതെല്ലാം എന്താണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേണിംഗ് പോയിന്റ്സ് ആണ്. പക്ഷേ നിങ്ങൾ ഇതിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് ആദ്യത്തെ നിങ്ങളുടെ ടേണിംഗ് പോയിന്റ് ആക്ച്വലി എന്താണ്, ക്ലാസ് 8ാം ക്ലാസ് ആണ്. 8ാം ക്ലാസ്സിൽ നിങ്ങളെ ഗോൾഡൻ ഇയർ ആണ്. 8ാം ക്ലാസ് എന്ന് പറയുന്നത് ഒരു ടേണിംഗ് പോയിന്റ് എന്തുകൊണ്ടാണ് പറയുന്നത്, ഗോൾഡൻ ഇയർ ആണ്. കാരണം നിങ്ങൾ ഹൈസ്കൂളിലേക്ക് കിടക്കുകയാണ് അല്ലേ. നിങ്ങൾ ഇതുവരെ UP അല്ലെങ്കിൽ നിങ്ങളൊരു അപ്പർ പ്രൈമറി ലെവലിൽ നിന്ന് നിങ്ങൾ എന്താണ് ഒരു ഹൈസ്കൂളിലേക്ക് കടക്കുന്ന ഒരു ടൈമാണ് എന്താ, 8ാം ക്ലാസ് എന്ന് പറയുന്നത്. സോ ഹൈസ്കൂളിലേക്ക് നിങ്ങൾ ന്യൂലി എത്തുന്ന സ്റ്റുഡൻസ് ആണ്. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾക്ക് ഇവിടെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, നിങ്ങൾക്ക് കൃത്യമായിട്ട്, നമുക്കറിയാം ഇപ്പോൾ കോമ്പറ്റീറ്റീവ് എക്സാംസ് ഒക്കെ നന്നായിട്ട് കോമ്പറ്റീറ്റീവ് ആയിട്ട് കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓരോ എക്സാംസും കോമ്പറ്റീറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്കൊരു എഡ്ജ് വേണം. അതിലെന്ത് ചെയ്യണം, നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് അവിടേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒരുപാട് കരിയർ സംബന്ധമായിട്ടുള്ള ഒരുപാട് അംബീഷൻസും കാര്യങ്ങളൊക്കെ ഒരുപാട് പേർക്ക് ഉണ്ടാവും. സോ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വർക്ക് ചെയ്യണം. റൈറ്റ്, നമ്മൾ വർക്ക് ചെയ്യേണ്ട നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ വിചാരിച്ചൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ വിചാരിച്ചൊരു കരിയറിലേക്കോ നമുക്ക് എത്താൻ പറ്റില്ല. സോ ആ കരിയർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലോങ് ടേം ആയിട്ടുള്ള കരിയർ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു വർഷം കൂടിയാണ് എന്താ, നിങ്ങളുടെ 8ാം ക്ലാസ്. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന സമയത്ത് സാർ എന്താണ് പറയുന്നത്, അല്ലെങ്കിൽ ഇപ്പം തന്നെ നമ്മൾ എന്തിനാണ് ഇതൊക്കെ നോക്കുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ ആ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. സോ നിങ്ങൾ സയൻസ് ഓഫ് ഏർലി സ്റ്റാർട്ട് അല്ലെങ്കിൽ ഏർലി സ്റ്റാർട്ട്സിന് സയൻസ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യാം, നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അപ്പം ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ബ്രെയിൻ എന്താണ്, ബ്രെയിൻ നിങ്ങൾ അഡോളസെൻസ് സ്റ്റേജ് ഒക്കെ കഴിഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങളൊരു അഡോളസെൻസ് സ്റ്റേജ് അല്ലെങ്കിൽ നിങ്ങൾ റാപ്പിഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഒക്കെ കഴിഞ്ഞ് ബ്രെയിനൊക്കെ ഒന്ന് എന്താണ് പ്ലാസ്റ്റിക് ആവാൻ, അല്ലെങ്കിൽ ബ്രെയിൻ പ്ലാസ്റ്റിക് ആവാന്ന് പറഞ്ഞാൽ എന്താ, ബ്രെയിൻ ഒരു നോർമൽ സ്റ്റേറ്റിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപ്പർ ലെവലിൽ അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ടോപ്പ് ലെവലിലേക്ക് അല്ലെങ്കിൽ ടോപ്പ് നോച്ച് ലെവലിലേക്കൊക്കെ എത്തുന്ന ഒരു ടൈമാണ് ആക്ച്വലി എന്താ, നിങ്ങൾ 8ാം ക്ലാസ് എന്ന് പറയുന്നത്. സോ ഏജസ് 12 to 15 ആണ് ആക്ച്വലി ന്യൂറോ സയൻസ് എന്ത് ചെയ്യുന്നത്, കൺഫേം ചെയ്യുന്നുണ്ട്. പീക്ക് ഇയേഴ്സ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൻ്റെ പീക്ക് ഇയേഴ്സ് ആണ് 12 to 15 എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഈ ഒരു ഏജ് ഗ്രൂപ്പിലായിരിക്കും നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവുക. ദിസ് ഈസ് ഒപ്റ്റിമൽ വിൻഡോ ടു മൂവ് ഫ്രം റോട്ട് മെമ്മറൈസേഷൻ. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ റോട്ട് മെമ്മറൈസേഷൻ, എന്താണ് റോട്ട് മെമ്മറൈസേഷൻ, നമ്മൾ കാണാപ്പാഠം പഠിച്ച് എഴുതാം, അതാണ് റോട്ട് മെമ്മറൈസേഷൻ എന്ന് പറയുന്നത്. സോ ആ ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ എന്താണ്, അതായത് ലോജിക്കലി റീസണിങ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ടൈമാണ്. അപ്പോൾ ബ്രെയിൻ എന്തുകൊണ്ടാണ്, ബ്രെയിൻ ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്, ബ്രെയിൻ ഷാർപ്പർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ബ്രെയിൻ എന്ത് ചെയ്യും, ഈ ഒരു സമയത്ത് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ തന്നെ ഈ ഒരു ലെവലിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. പക്ഷേ ഈ ഒരു ലെവലിൽ നമ്മൾ ഒരു റിട്ടാർഡഡ് സ്റ്റേജിൽ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ബ്രെയിനൊന്ന് ഡെവലപ്പ് ചെയ്യാണ്ട് നിൽക്കുന്ന സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകുന്ന ഓരോ വർഷവും നമുക്ക് എന്ത് ചെയ്യും, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതാണ് നമ്മൾ പറഞ്ഞത്. ഇനി നിങ്ങൾ ഓരോ ഹാബിറ്റ് നിങ്ങൾ ഫോം ചെയ്യുന്ന, അല്ലെങ്കിൽ ഹാബിറ്റ് നിങ്ങൾ തുടങ്ങേണ്ട വർഷവും കൂടിയാണ്. ഇതുവരെ നിങ്ങൾക്കൊരു ഹാബിറ്റ്, ഒരു സ്റ്റഡി ഹാബിറ്റ് കൃത്യമായിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്, ഹാബിറ്റ് ഫോർമേഷനുള്ള ഒരു ടൈം കൂടിയാണ് എന്താ, നിങ്ങൾ ക്ലാസ് 8 എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള ടെമ്പറമെൻറ്റ്, അതായത് പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള ഒരു സ്കിൽസ് ഒക്കെ നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു സമയമാണ് ക്ലാസ് 8 എന്ന് പറയുന്നത്. സോ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും,
നിങ്ങൾ ഹൈസ്കൂളിൽ എത്തിയിട്ടില്ല, അപ്പോൾ ഹൈസ്കൂളിലേക്ക് നിങ്ങൾ ചുവട് വെക്കുന്നുള്ളൂ. സോ അതിൻ്റെ പ്രഷറൊക്കെ നിങ്ങൾക്ക് ആക്ച്വലി കിട്ടുക 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലാണ്. സോ അതിൻ്റെ ഒന്നും പ്രഷർ ഇല്ലാത്തൊരു സമയമാണ് നിങ്ങൾ ആക്ച്വലി 8ാം ക്ലാസ്സിൽ. അപ്പോൾ 8ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ആ പ്രഷറൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഒക്കെ എന്ത് ചെയ്യുക, ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അതിനൊക്കെ ബെസ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ക്ലാസ് 8 എന്ന് പറയുന്നത്. സോ അതെന്ത് ചെയ്യരുത്, മിസ് ഔട്ട് ചെയ്യരുത്. അതുപോലെ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് പല കോൺസെപ്റ്റുകളും ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവില്ല. ആ ക്ലാരിറ്റി കിട്ടാൻ അല്ലെങ്കിൽ ക്ലാരിറ്റി ഉറപ്പ് വരുത്താനുള്ള ഒരു ടൈപ്പാണെന്നത് നമ്മുടെ ക്ലാസ് 8 എന്ന് പറയുന്നത്. സോ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കൂടുതലായിട്ടൊന്ന് ഫോക്കസ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ടൈം എന്ത് ചെയ്യണം, മാറ്റി വെക്കും വേണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഡീപ്പ് ഡൈവ് മാസ്റ്ററി എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ കോൺസെപ്റ്റുകളിലേക്ക് ഒന്ന് എന്ത് ചെയ്യുക, ഇറങ്ങി ചെല്ലാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് നടക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് അതിന് പിന്നിലുള്ള റീസൺ എന്നൊക്കെ എന്ത് ചെയ്യുക, നമ്മളൊന്ന് നോക്കാം. അപ്പോൾ ഫണ്ടമെൻ്റൽ ലോസ് ഒക്കെ ഉണ്ടാവും, നിങ്ങൾ പഠിച്ചിട്ടുള്ള ന്യൂട്ടൻ്റെ തന്നെ ഒരുപാട് ലോസുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും മോഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള. അപ്പോൾ അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫ്യൂച്ചറിലേക്കും നിങ്ങൾക്ക് അതിൻ്റെ യൂസ്ഫുൾ അല്ലെങ്കിൽ യൂസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ കോർ ഫൗണ്ടേഷൻ നിങ്ങൾ പഠിക്കുന്ന മാത്സിൽ തന്നെ ആൾജിബ്ര, അതുപോലെ തന്നെ മെക്കാനിക്സ്, അതുപോലെ തന്നെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബയോളജിയിൽ പഠിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൈഫ് പ്രോസസ്സുകൾ, അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടെയും ഉണ്ട് കാണാനുണ്ട്. നിങ്ങൾ സയൻസും മാത്സും ഇഷ്ടപ്പെടുന്ന കുട്ടികളായിരിക്കും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ വലിയ ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് നിങ്ങൾ സയൻസ് ആയിരിക്കാം മേ ബി ഓപ്റ്റ് ചെയ്യാൻ മേജർ ചാൻസ് ഉള്ളത്. അപ്പം നിങ്ങൾ ആ ഒരു ചാൻസിൽ അല്ലെങ്കിൽ ആ ഒരു ചാൻസോട് തന്നെ ഞാൻ പറയുകയാണ്. അപ്പം ആ ഒരു സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് ഒരു അപ്പർ ഹാൻഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ഈ കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കണം. അപ്പോൾ നിങ്ങൾ അതൊക്കെ പഠിക്കുന്നത് ആക്ച്വലി എവിടെ നിന്നാണ്, 8 മുതൽ നിങ്ങൾ 10 വരെയുള്ള ക്ലാസ്സുകളിലാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. സോ 8 മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അവിടെ നമുക്ക് എന്ത് ചെയ്യും, ഒരു അപ്പർ ഹാൻഡ് കിട്ടും എന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾ റിയൽ വേൾഡ് സിനാരിയോസ്, അതായത് നിങ്ങൾ റിയൽ വേൾഡിൽ കിട്ടുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും അല്ലേ, അതിനൊക്കെ നിങ്ങൾ സൊല്യൂഷൻസ് അല്ലെങ്കിൽ സൊല്യൂഷൻ കാണാനും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന ആക്ച്വൽ ആയിട്ടുള്ള അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് നമ്മൾ 8 മുതൽ 10 വരെയുള്ള ഒരു ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണ് ആക്ച്വലി 8 എന്ന് പറയുന്നത്. സോ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട പല കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് കുറേ ഗ്യാപ്സുകൾ ഉണ്ടാവും. നിങ്ങൾ ആ 1 മുതൽ നിങ്ങൾ പ്രീ KG മുതലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ആയിരിക്കും ഡെഫിനറ്റ്ലി ഉണ്ടാവുക. സോ അത് മുതൽ നിങ്ങൾ പഠിച്ച അല്ലെങ്കിൽ 7ാം ക്ലാസ്സിൽ വരെ നിങ്ങൾ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും എന്തായിരിക്കും, നിങ്ങൾ ആ ഒരു ഗ്യാപ്പുകൾ ഉണ്ടാവും അല്ലേ, ആ ഒരു ഗ്യാപ്പുകളുണ്ടോ, നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള പല കാര്യങ്ങളും എന്തായിരിക്കും, നിങ്ങൾക്ക് ഗ്യാപ്പുകൾ ഉണ്ടാവും. ആ ഗ്യാപ്പുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അവിടെ ഫില്ല് ചെയ്യണം അല്ലെങ്കിൽ ബ്രിഡ്ജ് ചെയ്യണം. അപ്പം ആ ബ്രിഡ്ജ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. അപ്പം അവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ആണ്. അതിൻ്റെ സ്പീഡ് കൂട്ടണം, അതിൻ്റെ അക്യുറസി ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം. അതിൽ തന്നെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. കാരണം നിങ്ങളൊരു ഹയർ ലെവലിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം, ഹയർ കരിയറിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കോമ്പറ്റീറ്റീവ് എക്സാംസ് ആയിരിക്കും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക. സോ കോമ്പറ്റീറ്റീവ് എക്സാംസിന് ഡെഫിനറ്റ്ലി വരാം MCQ ആയിരിക്കും അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് JEE NEET പോലെയുള്ള എക്സാംസ് ഒക്കെ എന്ത് ചെയ്യുള്ളൂ, ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ 8ാം ക്ലാസ് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ഒരു ഹാബിറ്റ് ഫോം ചെയ്ത് പോവുകയാണെങ്കിൽ ക്ലാസ് 11ലും 12ലും എത്തുന്ന സമയത്ത് അത്രത്തോളം എന്തുണ്ടാവില്ല, നിങ്ങൾക്ക് എക്സാമിൻ്റെതായിട്ടുള്ള പ്രഷറുകൾ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സോ ഈ ഒരു ഗ്യാപ്പ് എന്ത് ചെയ്യണം, നിങ്ങൾ ഫില്ല് ചെയ്യണം. ഒരുപാട് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ 8 മുതൽ 10 വരെയാണ് പഠിക്കുന്നത്. സോ ആ കാര്യങ്ങളും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ കൊണ്ടുപോകണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് സക്സസ് പ്രോബബിലിറ്റി. നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത്. സോ ഏർലി സ്റ്റാർട്ടേഴ്സ്, നമ്മൾ ഏതൊരു എക്സാമിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ, നമ്മൾ ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാം നോക്കുകയാണെങ്കിലും ഒരു ക്ലാസ് 8 മുതൽ അല്ലെങ്കിൽ ക്ലാസ് 8ന് താഴെ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ സ്റ്റഡി അല്ലെങ്കിൽ ഒരു കരിയർ പ്ലാനിങ്ങിനെ സ്റ്റാർട്ട് ചെയ്യുന്നത് 8 മുതലാണ്. സോ 8 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ക്രാക്ക് ചെയ്യാം അല്ലെങ്കിൽ ക്രാക്ക് ചെയ്തതിൽ 8 മുതൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റുഡൻസിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എത്ര, 92% ആണ്. 8% ആൾക്കാർ മാത്രമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, 100% ആൾക്കാർ ആ 8 മുതൽ സ്റ്റാർട്ട് ചെയ്തതിൽ 92% ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അവരുടെ സക്സസിലേക്ക് അവർക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. ഇനി ലേറ്റ് സ്റ്റാർട്ടേഴ്സ്, അതായത് നിങ്ങൾ ക്ലാസ് 11ലും 12ത്തിലൊക്കെ എത്തിയിട്ടാണ് നിങ്ങൾ ഏതൊരു കരിയറിൽ എത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഒരു സക്സസ് റേറ്റ് എന്ന് പറയുന്നത് ബിലോ 50% ആണ്, അല്ലെങ്കിൽ ഒരു 45% ആണെന്നാണ് നമ്മളെ 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 IIT, അതുപോലെ തന്നെ IIT-യിലേക്കുള്ള JEE എക്സാം, അതുപോലെ തന്നെ NEET പോലെയുള്ള എക്സാംസിൻ്റെ ടോപ്പ് 100 റാങ്കേഴ്സിൻ്റെ
ഒരു ഡാറ്റ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലുള്ള ചേഞ്ചാണ് നമുക്ക് എന്ത് ചെയ്യാൻ കാണാൻ പറ്റുക. അപ്പം ഡെഫിനറ്റ്ലി നിങ്ങൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സക്സസ് റേറ്റ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം, ചെറിയ ക്ലാസ് മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഇനി നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ട ഫോക്കസ് ഏരിയകൾ എന്ന് പറയുന്നത് മാത്സിൽ തന്നെ വരുന്ന ലീനിയർ ഇക്വേഷൻസ്, പോളിനോമിയൽസ്, വിഷ്വലൈസേഷൻ ഓഫ് 3D ജോമെട്രി അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഫിസിക്സിലാണെങ്കിൽ ഫോഴ്സ്, മോഷൻ, പ്രഷർ, കെമിക്കൽ എഫക്ട്സ് ഓഫ് കറണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കൂടുതലായിട്ട് അവിടെ ഫോക്കസ് ചെയ്യേണ്ടത്. ഇനി ബയോളജിയിലാണ് സെൽ സ്ട്രക്ചർ പഠിക്കണം, മൈക്രോ ഓർഗാനിസം പഠിക്കണം, ക്രോപ്പ് മാനേജ്മെന്റ്, ഫണ്ടമെന്റൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, ജെനറ്റിക്സ്, അതുപോലെ തന്നെ ലൈഫ് പ്രോസസ്സുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ലോജിക്കൽ റീസണിങ് നോക്കുകയാണെങ്കിൽ നമ്മൾ ലോജിക്കൽ റീസണിങ്ങിൽ ഉള്ള ഒരുപാട് അധികം ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിഫറെൻ്റ് ആയുള്ള എക്സാംസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ലോജിക്കൽ റീസണിങ് ആയുള്ള പാറ്റേൺ റെക്കഗ്നീഷൻ, അതുപോലെ തന്നെ മെന്റൽ എബിലിറ്റി പോലെ നിങ്ങൾ എഴുതാൻ പോകുന്ന NMMS അതുപോലെ തന്നെ ഒളിമ്പ്യാഡ്സ് പോലെയുള്ള എക്സാംസിന് എന്ത് ചെയ്യണം, നിങ്ങൾ തീർച്ചയായിട്ടും എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ലോജിക്കൽ റീസണിങ് ടൈപ്പ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഒരു ടൈമാണ് ആക്ച്വലി എന്താ നമ്മൾ ഈ ഒരു 8ാം ക്ലാസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ടൈം ഡിവിഡൻഡ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 8ാം ക്ലാസ് മുതൽ സ്റ്റാർട്ട് ചെയ്തതിന് നിങ്ങൾക്ക് 9, 10, +1, +2 4 വർഷം ഉണ്ട് അല്ലേ. അപ്പോൾ 4 വർഷത്തിൻ്റെ ഒരു പ്രിപ്പറേഷൻ റൺവേ സെറ്റപ്പ് ചെയ്യുന്ന ഒരു ടൈമാണ് ആക്ച്വലി എന്ത് നിങ്ങൾ 8ാം ക്ലാസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഒരു സബ്ജക്റ്റ് നിങ്ങൾ 730 ദിവസം എടുത്ത് പഠിക്കുന്നതാണോ, അല്ലെങ്കിൽ നിങ്ങളൊരു കാര്യം അല്ലെങ്കിൽ നിങ്ങളൊരു കരിയർ ഗോൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ 1460 അല്ലെങ്കിൽ 1460 ഡേയ്സ് ഉണ്ട്, അതുപോലെ തന്നെ 730 ഡേയ്സ് ഉണ്ട്. ഏതായിരിക്കും നിങ്ങൾക്ക് ബെസ്റ്റായിട്ട് നിങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റുക? നിങ്ങൾ സ്ലോവർ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ നിങ്ങൾ സ്ലോവർ ആയിട്ടുള്ള ഗ്രോത്ത് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതാണ്? 1460 ഡേയ്സ് ആണ്. നിങ്ങൾ പ്രഷർ, നിങ്ങളെ മൈൻഡിനൊക്കെ പ്രഷർ കൊടുത്തിട്ട് നിങ്ങൾ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചൂസ് ചെയ്യാതാണ് 730 ഡേയ്സ് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഈ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ഫോക്കസ്ഡ് ആയിട്ടുള്ള ചിലപ്പോൾ നിങ്ങൾ വലിയ ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള അംബീഷൻ ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ നമ്മൾ ഒരു ചെറിയ ക്ലാസ് മുതൽ തന്നെ അതിനെന്ത് ചെയ്യണം, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് നല്ല രീതിയിലുള്ള ആ ഒരു അല്ലെങ്കിൽ നമ്മളൊരു ഗോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സിലബസ് മാസ്റ്ററി, അതായത് നമ്മൾ പഠിക്കുന്ന പല സിലബസും, അതായത് ക്ലാസ് 11 ക്ലാസ് 12 പല കാര്യങ്ങളും നമ്മൾ 8 മുതൽ 10 വരെ എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഓവർലാപ്പ് ആക്ച്വലി എന്ത് ചെയ്യുന്നുണ്ട്, ഫൗണ്ടേഷനിൽ പഠിക്കുന്ന പല കാര്യങ്ങളും ഓവർലാപ്പ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ന്യൂ ആയിട്ട് കുറച്ച് അഡ്വാൻസ് പ്രോബ്ലംസും എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളും എന്ത് ചെയ്യുന്നത് പഠിക്കുന്നുണ്ട്. അതിൽ തന്നെ 70% നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ഒരു അഡ്വാൻസ് ലെവലിലേക്കാണ് വരുന്നത്. ബാക്കിയുള്ളത് മാത്രമാണ് നമ്മൾ പുതിയതായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ 8 മുതൽ 10 വരെ പഠിക്കുന്ന കാര്യങ്ങളാണ് 70% നമ്മൾ +1, +2 എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 8ാം ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് ബിൽഡ് ചെയ്യാനുള്ള വർഷമാണ്, 9ാം ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള വർഷമാണ്, 10ാം ക്ലാസ് എന്ന് പറയുന്നത് നമുക്ക് മാസ്റ്റർ ചെയ്യാനുള്ള വർഷമാണ്, അതുപോലെ തന്നെ നമുക്ക് ആക്സിലറേറ്റ് ചെയ്യാനുള്ള വർഷമാണ് ആക്ച്വലി 11th എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് നമ്മൾ പുതുതായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് തുടങ്ങല്ല ചെയ്യേണ്ടത്. ആക്ച്വലി നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എന്ത് ചെയ്യണം, നമ്മൾ ആക്ച്വലി എത്തണം. നമ്മൾ 11 എത്തുമ്പോഴേക്കും, അപ്പോൾ നമ്മൾ 11th കഴിഞ്ഞാൽ നമുക്ക് 12th ഒരു പ്രഷറും ഇല്ലാണ്ട്, നമുക്ക് ഒരു പ്രഷറും ഇല്ലാന്ന് പറഞ്ഞാൽ എക്സാമിൻ്റെ ചെറുതായിട്ടുള്ളൊരു പ്രഷർ ഉണ്ടാവും. പക്ഷേ ആ ഒരു പ്രഷർ എന്ന് പറഞ്ഞാൽ ലേറ്റ് ജോയിനേഴ്സ്, അതായത് ലേറ്റ് ജോയിനേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏർലി ജോയിനേഴ്സിന് അത്ര പ്രഷർ ഉണ്ടാവില്ല എന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. സോ ആ ഒരു പ്രഷർ ഒന്നും ഇല്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ തന്നെ ക്വാളിഫൈ ചെയ്തെടുക്കാൻ പറ്റും നമ്മൾ വിചാരിച്ച എക്സാംസിലേക്ക്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ സക്സസ് ഈസ് വേർ പ്രിപ്പറേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റി മീറ്റ്, അതായത് പ്രിപ്പറേഷനും ഓപ്പർച്യൂണിറ്റി മീറ്റ് ചെയ്യുന്ന സ്ഥലത്താണ് നമുക്ക് സക്സസ് കാണാൻ പറ്റുക. ദ സീക്രട്ട് ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് ഈസ് ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് ഏർലി. അതായത് നമ്മൾ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ഹെഡ് ചെയ്യുന്നതിന് സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഏർലി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതും കൂടി എന്ത് ചെയ്യുക, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ്. സോ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ഇൻ യുവർ ഫ്യൂച്ചർ, അതാണ് കൊടുത്തിട്ടുള്ള, അതായത് നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു വർഷമാണ് ആക്ച്വലി നിങ്ങൾ ക്ലാസ് 8 എന്ന് പറയുന്നത്. സോ ഇതൊരു സ്റ്റാർട്ടിംഗ് ലൈനാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യണം, ലീഡ് ചെയ്യാൻ ശ്രമിക്കണം. സോ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതുവരെ നമ്മുടെ ഫൗണ്ടേഷനിൽ ജോയിൻ ചെയ്തതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. കാരണം നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഫോക്കസ്ഡ് ആയിട്ട് ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും.
ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫെറ്റ്, ജിയോജെബ്ര പോലെയുള്ള സിമുലേഷൻസ് യൂസ് ചെയ്തിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി റെക്കോർഡ് ക്ലാസ്സുകളിലൂടെ അതുപോലെ തന്നെ നമ്മുടെ ലൈവ് ക്ലാസ്സുകളിലൂടെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള JEE നീറ്റ് ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്കുള്ള ഒരു ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ആണ്. സോ നിങ്ങൾക്ക് നമ്മളെ ഫാക്കൽറ്റീസിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് നിങ്ങൾ വിചാരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയിട്ടുള്ള ആളുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സോ ഈ ആളുകളൊക്കെ എന്ന് പറയുന്നത് ഞാനടക്കമുള്ള ആളുകൾ എന്ന് പറയുന്നത് ഇങ്ങനെ ഇത്തരത്തിലുള്ള എക്സാമുകളൊക്കെ ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളുടെ അംബിഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ നമ്മളെ കൂടെ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ഉണ്ടാവണം. അപ്പം അതിനുവേണ്ടി എന്ത് ചെയ്യാം, നമ്മൾ അഡ്മിഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്യാൻ പോവാണ്. നമുക്ക് കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് ഉള്ളത്. സോ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾ ഫൗണ്ടേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഡീറ്റെയിൽസിനെ കുറിച്ച് അല്ലെങ്കിൽ ഫൗണ്ടേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് 7561881133 എന്ന് പറയുന്ന നമ്പറിലേക്ക് ഇപ്പം തന്നെ എന്ത് ചെയ്യുക, കോൾ ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് അവർ പറഞ്ഞു തരുന്നതായിരിക്കും. നമ്മളെ അക്കാഡമിക് കൗൺസിലേഴ്സ് എന്തായിരിക്കും പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, റെഡി ടു ലീഡ്. നിങ്ങളെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് ആണ്, അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് ലൈനാണ് 8 എന്ന് പറയുന്നത്. സോ നിങ്ങൾ തീർച്ചയായിട്ടും അതിലെന്ത് ചെയ്യണം, ഫോക്കസ്ഡ് ആയിട്ട് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അംബിഷൻസിലേക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എത്താൻ പറ്റും. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു.